കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്. കയ്യിൽ കിട്ടുന്ന എന്ത് പുസ്തകമായാലും ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു രീതി. എങ്ങാനും ആ പുസ്തകങ്ങൾ വായിച്ചു തീർന്നിട്ടില്ലെങ്കിൽ അത് തീർക്കുന്നത് വരെ പിന്നെ ഒരു സമാധാനക്കേടാണ് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് വായനയോട്. അതിപ്പോൾ കടയിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഒരു തുണ്ട് കടലാസ് പേപ്പർ ആണെങ്കിലും ഒന്ന് വായിച്ചു നോക്കാതെ ഞാനത് കളയാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരു കാര്യം പിന്നീട് ഈ ടിവിയുടെയും ഫോണിൻ്റെയും ഒക്കെ കടന്നവരോടുകൂടി വായിക്കാൻ തന്നെ സമയമില്ലാത്ത രീതിയിലേക്ക് മാറി. കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ എനിക്കൊരു കാര്യം മനസ്സിലായത്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടൊന്നല്ലാതെ വായിക്കാത്തത്. അന്നും ഇന്നും നമുക്കുള്ള സമയമൊക്കെ ഒന്ന് തന്നെയാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ പ്രയോറിറ്റി ഒക്കെ ഒന്ന് മാറിപ്പോയി എന്നുള്ളതാണ് ഈ സമയമില്ല എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം. പിന്നെ ടിവിയുടെയും ഫോണിന്റെയും സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എവിടെ പോയാലും ജോക്കും മാളൂട്ടി ബുക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ വായിക്കുന്നത് കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഇഷ്ടത്തെ ഞാൻ ഓർക്കാറുണ്ട്. ഇനിയുള്ള ജീവിതത്തിലെങ്കിലും കുറച്ച് സമയം വായനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഞാൻ വായന ഇഷ്ടപ്പെട്ടിരുന്ന പോലെ നിങ്ങളും കുട്ടിക്കാലത്ത് ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്ത പല കാര്യങ്ങളും ഉണ്ടാവാം. പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയിട്ട് ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഇഷ്ടം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.